നമസ്കാരം. ആകാശത്ത് നാളെ ഒരു അത്ഭുത പ്രതിഭാസം കാത്തിരിക്കുകയാണ്. വാനനിരീക്ഷകരെയും ആകാശ വിസ്മയങ്ങളെയും പ്രണയിക്കുന്നവരെയും ഒരേപോലെ ആവേശഭരിതരാക്കാൻ പോകുന്ന ഒരു അപൂർവ കാഴ്ച. ഒരേ കലണ്ടർ മാസത്തിൽ തന്നെ 2 പൂർണ്ണചന്ദ്രന്മാർ പ്രത്യക്ഷപ്പെടുന്ന ബ്ലൂ മൂൺ പ്രതിഭാസമാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ വെറുമൊരു ബ്ലൂ മൂൺ മാത്രമല്ല ഇത്. 2026 ഏറ്റവും ചെറിയ പൂർണ്ണചന്ദ്രൻ കൂടിയായ മൈക്രോ മൂൺ കൂടി ചേർന്ന ഇരട്ട വിസ്മയമാണിത്. ഒരു ചാന്ദ്രകാലം പൂർത്തിയാക്കാൻ 29.5 ദിവസമാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഒരു മാസത്തിന്റെ തുടക്കത്തിൽ പൂർണ്ണചന്ദ്രൻ വന്നാൽ ആ മാസാവസാനം രണ്ടാമതൊരു പൂർണ്ണചന്ദ്രൻ കൂടി വരാൻ സാധ്യതയുണ്ട്. ഈ മെയ് 1 ഈ മാസത്തെ ആദ്യ പൂർണ്ണചന്ദ്രൻ. നാളെ, അതായത് മെയ് 31 മാസത്തിലെ രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയരും. പക്ഷെ ഇവിടെയാണ് നമ്മൾ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുന്ന ആ രഹസ്യമുള്ളത്. ബ്ലൂ മൂൺ എന്ന് കേൾക്കുമ്പോൾ ചന്ദ്രൻ നീല നിറത്തിൽ തിളങ്ങി നിൽക്കുമെന്ന് കരുതരുത്. യഥാർത്ഥത്തിൽ ചന്ദ്രൻ നീല നിറത്തിൽ കാണപ്പെടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചരിത്രത്തിൽ ചന്ദ്രൻ യാഥാർത്ഥ്യത്തിൽ നീല നിറമായി മാറിയ ചില ഞെട്ടിക്കുന്ന സംഭവങ്ങളുമുണ്ട്. വൻ ദുരന്തങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രൻ അങ്ങനെ മാറിയത്. 16-ാം നൂറ്റാണ്ടിൽ അസാധ്യമായ കാര്യമെന്ന് വിശേഷിപ്പിച്ചിരുന്ന ഈ പ്രതിഭാസം 1883 ഒരു പ്രകൃതി ദുരന്തത്തിന് ശേഷമാണ് അപൂർവ പ്രതിഭാസം എന്ന അർത്ഥത്തിലേക്ക് മാറിയത്. ആ ചരിത്രം എന്താണെന്ന് അറിയാമോ? മാത്രമല്ല, നാസയുടെ കണക്കനുസരിച്ച് സാധാരണ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 2,38,855 മൈൽ അകലെയാണെങ്കിൽ ഈ വാരാന്ത്യത്തിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 2,52,334 മൈലിലേക്കാണ് അകലുക. അതുകൊണ്ടാണ് ഇതിനെ ഈ ഒരു വർഷത്തെ ഏറ്റവും ചെറിയ മൈക്രോ മൂൺ എന്ന് വിളിക്കുന്നത്. കേരളത്തിലുള്ളവർക്ക് നാളെ വൈകുന്നേരം ആകാശത്ത് തെക്ക് കിഴക്ക് ദിശയിൽ നോക്കിയാൽ ഈ അത്ഭുത കാഴ്ച കാണാം. ചന്ദ്രനോടൊപ്പം സ്കോർപിയാസ് നക്ഷത്ര സമൂഹത്തിലെ ഏറ്റവും തിളക്കമുള്ള ചുവന്ന നക്ഷത്രമായ അൻഡാരിസിനെയും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലും ഏഷ്യൻ രാജ്യങ്ങളിലും നാളെ രാത്രിയാണിത് അതിന്റെ പൂർണ്ണ ശോഭയിൽ ദൃശ്യമാവുക. പക്ഷേ ഈ അപൂർവ കാഴ്ച നാളെ മിസ് ചെയ്താൽ അടുത്തൊരു ബ്ലൂ മൂൺ കാണാൻ ഇനി നമ്മൾ എത്ര വർഷം കാത്തിരിക്കണമെന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇത്തരം പ്രതിഭാസങ്ങൾ ഏകദേശം 2 മുതൽ 3 വർഷം കൂടുമ്പോൾ മാത്രമാണ് സംഭവിക്കാറുള്ളത്. ഇക്കുറി ഈ അപൂർവ കാഴ്ച കാണാൻ സാധിച്ചില്ലെങ്കിൽ അടുത്തൊരു ബ്ലൂ മൂൺ കാണാൻ 2028 ഡിസംബർ 31 വരെ കാത്തിരിക്കേണ്ടി വരും. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ഇംഗ്ലീഷ് ശൈലി തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ് ഇത്. എന്നാൽ ചന്ദ്രൻ നീല നിറത്തിൽ കാണപ്പെടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചിത്രങ്ങളിലൊക്കെ കാണും പോലെ നീലചന്ദ്രന്മാർ പലപ്പോഴും പ്രത്യേക ക്യാമറ ഫിൽറ്ററുകളോ ഫോട്ടോഷോപ്പോ ഉപയോഗിച്ചൊക്കെയാണ് നിർമ്മിക്കാറുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ ചന്ദ്രൻ നീലയായത് എന്ന പ്രയോഗം അസാധ്യമായ കാര്യങ്ങളെ വിവരിക്കാനാണ് ഉപയോഗിക്കുന്നത്. 1883 ഇന്തോനേഷ്യയിലെ ക്രാക്കറ്റോവോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതോടെയാണ് ഈ ധാരണ മാറിയത്. ആ ദുരന്തത്തിന് ശേഷം ഏകദേശം 2 വർഷത്തോളം അന്തരീക്ഷത്തിൽ നിറഞ്ഞ സൾഫറും പൊടിപടലങ്ങളും പ്രകാശത്തെ പ്രതിഫലിപ്പിച്ചത് കാരണം ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ചന്ദ്രൻ നീല കലർന്ന നിറത്തിലാണ് ദൃശ്യമായത്. അതിനുശേഷം ഈ പ്രയോഗം അസാധ്യമെന്നതിൽ നിന്ന് അപൂർവവും അസാധാരണവുമായ പ്രതിഭാസം എന്ന അർത്ഥത്തിലേക്ക് മാറുകയായിരുന്നു. ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രന്റെ ഭ്രമണപഥം പൂർണ്ണമായും വട്ടത്തിലല്ല, മറിച്ച് ഒരു ദീർഘവൃത്താകൃതിയിലാണ്. ഇതിനാൽ ചന്ദ്രന് ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്ന ഒരു ബിന്ദുവും ഏറ്റവും അകലെയാകുന്ന ഒരു ബിന്ദുവുമുണ്ട്. ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ബിന്ദുവിൽ എത്തുമ്പോൾ സംഭവിക്കുന്ന പൂർണ്ണചന്ദ്രനെയാണ് നമ്മൾ മൈക്രോ മൂൺ എന്ന് വിളിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഈ ആകാശവിസ്മയം കാണുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. ആകാശത്ത് തെക്കുകിഴക്ക് ദിശയിലേക്ക് നോക്കിയാൽ ചക്രവാളത്തിന് മുകളിലായി സ്കോർപിയസ് നക്ഷത്ര സമൂഹത്തിലെ തിളക്കമുള്ള ചുവന്ന നക്ഷത്രമായ അൻഡാരേസിന് അരികിലായി ഈ ചന്ദ്രനെ കണ്ടെത്താം. അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലുള്ളവർക്ക് ഇന്ന് രാത്രിയിലാണ് ചന്ദ്രൻ അതിന്റെ പൂർണ്ണഘട്ടത്തിലെത്തുക. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലുള്ളവർക്ക് നാളെ മെയ് 31 രാത്രിയിലാണ് ഈ പൂർണ്ണചന്ദ്രൻ അതിന്റെ ഏറ്റവും തിളക്കമുള്ള ശോഭയിൽ ദൃശ്യമാവുക. ഇന്തോനേഷ്യയിലെ ക്രാക്കറ്റോവോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച ആ ഒരു സംഭവം മാത്രമല്ല, 1980 കാനഡയിലും മറ്റൊരു സംഭവം നടന്നിരുന്നു. അവിടെ വനങ്ങളിലുണ്ടായ വൻ കാട്ടുതീയെ തുടർന്ന് അന്തരീക്ഷം പുകയാൽ മൂടിയപ്പോൾ വടക്കേ അമേരിക്കയിലും യൂറോപ്പിലുമുള്ളവർക്ക് ചന്ദ്രൻ വീണ്ടും നീല നിറത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ 2 സംഭവങ്ങളാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന പ്രയോഗത്തെ അസാധ്യമായ കാര്യങ്ങളിൽ നിന്നും അപൂർവമായ ആകാശ വിസ്മയങ്ങളിലേക്ക് മാറ്റി എഴുതിയത്. ഇനി നാളെ രാത്രി ആകാശത്ത് തെളിയുന്ന ഈ അപൂർവ സുന്ദര ദൃശ്യം കയ്യിലുള്ള സാധാരണ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ പ്രൊഫഷണൽ രീതിയിൽ പകർത്താമെന്നും പല ചോദ്യങ്ങളുമൊക്കെ ഉയർന്നുണ്ട്.
സാധാരണ മൊബൈൽ ക്യാമറയിൽ ചന്ദ്രന്റെ ഫോട്ടോ എടുക്കുമ്പോൾ അത് വെറും ഒരു വെളുത്ത പുള്ളിയായിട്ടായിരിക്കും കാണുക. പ്രത്യേകിച്ച് നാളത്തെ മൈക്രോമൂൺ സാധാരണയേക്കാൾ മങ്ങിയതായതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ചില പ്രത്യേക ട്രിക്കുകളൊക്കെ തന്നെ ഇതിന് ആവശ്യമായി വരും. ആദ്യത്തേത് ക്യാമറയിലെ പ്രോ മോഡ് അല്ലെങ്കിൽ മാനുവൽ മോഡ് ഓപ്പൺ ചെയ്യുക എന്നതാണ്. അതിനുശേഷം ISO 100-നും 200-നും ഇടയിൽ തന്നെ ക്രമീകരിക്കണം. ഷട്ടർ സ്പീഡ് സെക്കൻഡിൽ 100-ലൊന്ന് ഭാഗമായി തന്നെ ചുരുക്കുക. ഏറ്റവും പ്രധാനം ഫോക്കസ് മാനുവലാക്കി മാറ്റി കൃത്യമായി ചന്ദ്രനിലേക്ക് ഇൻഫിനിറ്റി ഫോക്കസ് ലോക്ക് ചെയ്യുക എന്നതാണ്. ഡിജിറ്റൽ സൂം പരമാവധി ഒഴിവാക്കി ഒരു ട്രൈപോഡ് കൂടി ഉപയോഗിച്ചാൽ മൊബൈലിലും ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഗർത്തങ്ങൾ വ്യക്തമായി കാണാൻ കഴിയും. ബ്ലൂ മൈക്രോമൂണിനെ കുറിച്ച് ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിക്കുന്ന മറ്റു ചില രഹസ്യങ്ങൾ കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞരും വാനനിരീക്ഷകരും ഈ പ്രത്യേക മൈക്രോമൂണിനെ ഇത്രയധികം കാത്തിരിക്കുന്നത്? അതിന് കാരണം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സംഭവിക്കുന്ന ചില പ്രത്യേക മാറ്റങ്ങളാണ്. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കുന്ന ഈ ഒരു സമയത്ത് അതിന്റെ സഞ്ചാര വേഗതയ്ക്ക് വലിയൊരു വ്യത്യാസം സംഭവിക്കാറുണ്ട്. പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ ജോനാസ് കെംപ്ലറുടെ നിയമങ്ങൾ അനുസരിച്ച് ചന്ദ്രൻ ഭൂമിയോട് അടുത്തിരിക്കുമ്പോൾ വേഗത്തിലും ഏറ്റവും അകലെയായിരിക്കുമ്പോൾ, അതായത് ഈ മൈക്രോമൂൺ സമയത്ത് ഏറ്റവും പതുക്കെയുമാണ് സഞ്ചരിക്കുക. ഇതിനർത്ഥം നാളെ രാത്രി നമ്മൾ കാണുന്ന ചന്ദ്രൻ ആകാശത്തിലൂടെ പതിവിലും പതുക്കെയായിരിക്കും നീങ്ങുക. ഈ പ്രതിഭാസം കാരണം ചന്ദ്രഗ്രഹണങ്ങൾ ഉണ്ടായാൽ പോലും അതിന്റെ ദൈർഘ്യം കൂടാറുണ്ട്. മറ്റൊരു പ്രധാന കൗതുകം എന്തെന്നാൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഇത്രയും അകലേക്ക് മാറുമ്പോൾ അത് കടലേറ്റങ്ങളെയും ബാധിക്കാറുണ്ട്. സാധാരണ സൂപ്പർ മൂൺ സമയത്ത് കടലിൽ വൻ തിരമാലകൾ ഉണ്ടാകാറുണ്ടെങ്കിൽ മൈക്രോമൂൺ സമയത്ത് ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം കുറയുന്നതുകൊണ്ട് കടലിലെ തിരമാലകളുടെ ശക്തി വളരെ കുറവായിരിക്കും. ഇതിനെ ശാസ്ത്രലോകം അപൂജ്യൻ നീപ് ടൈഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതുകൂടാതെ വാനനിരീക്ഷകർ കാത്തിരിക്കുന്ന മറ്റൊരു അത്യപൂർവ കാഴ്ച കൂടിയുണ്ട്. നാളെ രാത്രി ചന്ദ്രൻ ആൻഡാരിസ് എന്ന ചുവന്ന ഭീമ നക്ഷത്രത്തിന് തൊട്ടരികിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളുള്ളവർക്ക് ഈ ചന്ദ്രൻ ആൻഡാരിസ് നക്ഷത്രത്തെ ലൂണാർ ഒക്കൾട്ടേഷൻ എന്ന അത്ഭുത കാഴ്ചയും കാണാം. അതായത് കുറച്ചു സമയത്തേക്ക് ആ തിളക്കമുള്ള നക്ഷത്രം ആകാശത്തു നിന്ന് അപ്രത്യക്ഷമാകും. ഇന്ത്യയിൽ ഇത് ദൃശ്യമാകില്ലെങ്കിലും ചന്ദ്രനും നക്ഷത്രവും തമ്മിലുള്ള ഈ കിരീടധാരണം പോലെയുള്ള കാഴ്ച നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. നാളെ രാത്രി സംഭവിക്കുന്ന ബ്ലൂ മൈക്രോമൂണിന്റെ പശ്ചാത്തലത്തിൽ ബഹിരാകാശ ഗവേഷകർ ഉറ്റുനോക്കുന്ന തികച്ചും വ്യത്യസ്തമായ ചില സാങ്കേതിക വശങ്ങളുണ്ട്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള റേഡിയോ സിഗ്നലുകളുടെ ആശയവിനിമയത്തെ ഈ ദൂര കൂടുതൽ എങ്ങനെ ബാധിക്കുമെന്നതാണ് അതിലൊന്ന്. ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുമ്പോഴുള്ള സമയത്തെ അപേക്ഷിച്ച് ഈ മൈക്രോമൂൺ സമയത്ത് റേഡിയോ തരംഗങ്ങൾ ചന്ദ്രനിലെത്താനും അവിടെയുള്ള ബഹിരാകാശ പേടകങ്ങളിൽ നിന്ന് സിഗ്നലുകൾ തിരികെ ഭൂമിയിലെത്തുവാനും എടുക്കുന്ന സമയത്തിൽ നേരിയ മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസമുണ്ടാകും. ഭാവിയിൽ ചന്ദ്രനിൽ മനുഷ്യ കോളനികൾ സ്ഥാപിക്കുമ്പോൾ ഇത്തരം ദൂരവ്യത്യാസങ്ങൾ ആശയവിനിമയ സംവിധാനങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞർ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാന വശം സൂര്യപ്രകാശത്തിന്റെ പ്രതിഫലനമാണ്. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുമ്പോൾ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവയുടെ കൃത്യമായ കോണളവിൽ നേരിയ വ്യത്യാസം വരുന്നുണ്ട്. ഇത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നുള്ള പ്രകാശ പ്രതിഫലനത്തെ ബാധിക്കും. നാളെ രാത്രി നമ്മൾ കാണുന്ന ചന്ദ്രന്റെ മങ്ങിയ വെളിച്ചം വെറുമൊരു കാഴ്ചയല്ല, മറിച്ച് ഭൂമിയിലേക്ക് എത്തുന്ന സൗരവികിരണങ്ങളുടെ അളവിൽ വരുന്ന താൽക്കാലിക മാറ്റം കൂടിയാണ്. ഇതോടൊപ്പം നൂറ്റാണ്ടുകളായി മനുഷ്യൻ വിശ്വസിച്ചു പോരുന്ന ചില കൗതുകകരമായ മിത്തുകളുമുണ്ട്. പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ മാനസികാവസ്ഥയിലും സ്വഭാവത്തിലും വ്യത്യാസമുണ്ടാകുമെന്ന ധാരണയിൽ നിന്നാണ് ലൂനാറ്റിക് എന്ന വാക്ക് പോലും ഉണ്ടായത്. എന്നാൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കുന്ന ഈ മൈക്രോമൂൺ സമയത്ത് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് എന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുണ്ടെന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കുന്ന ഈ മൈക്രോമൂൺ സമയത്ത് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് എന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുണ്ടോ എന്നും ആധുനിക മനഃശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ട്.